ഭൂമി നശിപ്പിക്കപ്പെടുമോ? ബൈബിളിന്റെ ഉത്തരമെന്താണെന്ന് നോക്കാം. ഈ ഭൂഗ്രഹം ഒരിക്കലും നശിപ്പിക്കപ്പെടില്ല. അത് കത്തി നശിക്കുകയോ അതിനുപകരം മറ്റൊരു ഭൂമിയുണ്ടാകുകയോ ചെയ്യില്ല. ഭൂമിയെ ദൈവം സൃഷ്ടിച്ചത് എന്നേക്കുമുള്ള ഒരു വാസസ്ഥലമായിട്ടാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. നീതിമാന്മാർ ഭൂമി കൈവശമാക്കും. അവർ അവിടെ എന്നുമെന്നേക്കും ജീവിക്കും. സങ്കീർത്തനം 37:29. ദൈവം ഭൂമിയെ അതിന്റെ അടിസ്ഥാനത്തിന്മേൽ സ്ഥാപിച്ചു. ഒരു കാലത്തും അത് സ്വസ്ഥാനത്തുനിന്ന് ഇളകില്ല. സങ്കീർത്തനം 104:5. ഭൂമി എന്നും നിലനിൽക്കുന്നു. സഭാപ്രസംഗകൻ 1:4. ഭൂമിയെ നിർമ്മിച്ച് സുസ്ഥിരമായി സ്ഥാപിച്ച ദൈവം ഭൂമിയെ വെറുതെ സൃഷ്ടിക്കാതെ മനുഷ്യർക്ക് താമസിക്കാനുണ്ടാക്കി. യെശയ്യാ 45:18. മനുഷ്യർ ഭൂമിയെ നശിപ്പിക്കുമോ? മലിനീകരണത്തിലൂടെയോ യുദ്ധങ്ങളിലൂടെയോ മറ്റെങ്ങനെയെങ്കിലുമോ മനുഷ്യർ ഭൂമിയെ പൂർണ്ണമായി നശിപ്പിക്കാൻ ദൈവം അനുവദിക്കില്ല. പകരം ദൈവം ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കും. എങ്ങനെ? ഭൂമിയെ സംരക്ഷിക്കാത്ത മനുഷ്യ ഗവൺമെന്റുകളെ മാറ്റിയിട്ട് അതിന്റെ സ്ഥാനത്ത് ദൈവം സ്വർഗീയ രാജ്യം കൊണ്ടുവരും. അത് ഭൂമിയെ സംരക്ഷിക്കുന്ന ഒരു ഗവൺമെന്റായിരിക്കും. ദാനിയേൽ 2:44. ആ രാജ്യം ഭരിക്കുന്നത് ദൈവപുത്രനായ യേശുക്രിസ്തുവായിരിക്കും. ഭൂമിയിലായിരുന്നപ്പോൾ യേശു പ്രകൃതിശക്തികളെ അത്ഭുതമായി നിയന്ത്രിച്ചു. ദൈവരാജ്യത്തിന്റെ രാജാവെന്ന നിലയിൽ ഭൂമിയുടെ മേലും അതിലുള്ള എല്ലാത്തിന്റെ മേലും യേശു പൂർണ്ണ അധികാരം പ്രയോഗിക്കും. ആവശ്യമായവ പുനഃസൃഷ്ടിക്കുകയോ പുതുക്കുകയോ ചെയ്തുകൊണ്ട് ഏദേൻ തോട്ടത്തിലുണ്ടായിരുന്ന അതേ അവസ്ഥയിലേക്ക് യേശു ഭൂമിയെ കൊണ്ടുവരും. മത്തായി 19:28. ലൂക്കോസ് 23:43.